الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഉഹുദ് യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം വിശ്വാസികൾ തന്നെ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന സാഹചര്യങ്ങൾ, ശത്രുക്കളുടെ ആയുധങ്ങൾ മുഴുവനും അവസരത്തിനൊത്ത് അള്ളാഹുവിന്റെ റസൂലിനെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് ഉഹുദോടുകൂടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കാമെന്ന പ്രതീക്ഷയോടുകൂടെ വരുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വയം വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു രംഗം, ശത്രുക്കളൊക്കെ ഇങ്ങനെ അമ്പെയ്യുന്ന ഒരു രംഗം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ എന്റെ വലതുഭാഗത്തേക്ക് നോക്കി, ഞാൻ അവിടെ ഉമ്മു അമ്മാറയെ കണ്ടു. ഞാൻ എന്റെ ഇടതുഭാഗത്ത് നോക്കി, ഞാൻ അവിടെയും ഉമ്മു അമ്മാറയെ കണ്ടു. ഞാൻ എന്റെ മുന്നിലും പിന്നിലും നോക്കുന്നുണ്ടായിരുന്നു, അവിടെയും എന്റെ മുന്നിലും പിന്നിലുമായി ഉമ്മു അമ്മാറ ഉണ്ടായിരുന്നു. ഉമ്മു അമ്മാറ എന്ന് പറയുന്നത് ഉഹുദിലേക്ക് വിശ്വാസികൾ പോയപ്പോ കുടിവെള്ളം കൊടുക്കുന്നതിനും പരിചരിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി കൂടെ പോയ സ്വഹാബാവനിതയാണ് ഉമ്മു അമ്മാറ. യുദ്ധം പ്രതികൂലമാകുമ്പോ എല്ലാ അമ്പുകളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുശരീരത്തെ ലക്ഷ്യം വെക്കുന്നു എന്ന് കാണുമ്പോ ഉമ്മു അമ്മാറ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവചമായി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് നേരെ വരുന്ന അമ്പുകളൊക്കെ സ്വയം ഏറ്റെടുക്കുകയാണ്. ഉഹുദ് കെട്ടടങ്ങി പൊടിപടലങ്ങളൊക്കെ ഒതുങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധക്കളത്തിൽ ഇറങ്ങി. എന്നിട്ട് നബി ചോദിച്ചു, അയിന ഉമ്മു അമ്മാറ, ഉമ്മു അമ്മാറ ഇവിടെ? യുദ്ധക്കളത്തിൽ ആളുകൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. മരണപ്പെട്ടവരും ഷഹീദായവരും ജീവനുള്ളവരും ഷഹീദാകാനിരിക്കുന്നവരും. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മു അമ്മാറ ഇവിടെ, അയിന ഉമ്മു അമ്മാറ? കണ്ടെത്തി അള്ളാഹുവിന്റെ റസൂൽ. മുട്ടുകുത്തി അവരുടെ അടുത്തിരുന്നു. തലയുടെ ഭാഗം പിടിച്ചിങ്ങനെ പൊക്കി അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, സലീനി യാ ഉമ്മു അമ്മാറ. കണ്ണടക്കാൻ പോകുന്നു അവർ, മരണപ്പെടുകയാണ്, ഷഹീദാവുകയാണ്.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാനമായി എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ ഉമ്മു അമ്മാറ, എന്നോട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടും, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എന്നോട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടൂ. സലീനി യാ ഉമ്മു അമ്മാറ. ഉമ്മു അമ്മാറ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അസ്അലുക മുറാഫഖതുക ഫിൽ ജന്ന. എനിക്കും എന്റെ കുടുംബത്തിനും, എനിക്കും എന്റെ മക്കൾക്കും, എനിക്കും എന്റെ കുടുംബത്തിനും അസ്അലുക മുറാഫഖതുക ഫിൽ ജന്ന. പരലോകത്ത് സ്വർഗാവകാശികളാവുക മാത്രമല്ല, അങ്ങയുടെ സമീപസ്ഥരായി ഞങ്ങൾ സ്വർഗത്തിലുണ്ടാകണം. ഉമ്മമാർ ആവശ്യപ്പെടുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാമീപ്യം ഉണ്ടാകണം ഞങ്ങൾക്ക് സ്വർഗത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കിടത്തി. എന്നിട്ട് അവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ റസൂൽ കൈകൾ ഉയർത്തി. അല്ലാഹുമ്മ ജഅൽഹും, റസൂൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന. ഈ വാക്കുകൾ കേട്ടിട്ടാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ എന്ന മഹദി കണ്ണടക്കുന്നത്, മരണപ്പെടുന്നത്, ഷഹീദാകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന. അല്ലാഹുവേ, ഇവരെ, ഇവരുടെ കുടുംബത്തെ സ്വർഗത്തിൽ എന്റെ സമീപസ്ഥരാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാനിത് പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് എന്നുള്ള നിലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് കാണിച്ച ഒരു അറ്റാച്ച്മെന്റ്, അതൊരു ലീഡറും അനുയായിയും തമ്മിലുള്ള കേവല ബന്ധമല്ല. ഒരു നേതാവും അയാളുടെ അനുയായിയും തമ്മിലുള്ള കേവലമായ ഒരു അടുപ്പമോ ബന്ധമോ അല്ല സ്വഹാബത്തും റസൂലുള്ളയും തമ്മിലുണ്ടായിരുന്നത് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ, സംഭവങ്ങളിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്തിന് അങ്ങനെ ഒരു ബന്ധമുണ്ടാകാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലിനെ? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്ര ഓരോരോ അടുപ്പവും മാനസികമായ ബന്ധവും സ്നേഹവും? പരലോകത്ത് സ്വർഗം കിട്ടുമ്പോഴും സ്വർഗം മാത്രമല്ല, കൂടെ റസൂലും വേണം എന്നാഗ്രഹിക്കാൻ മാത്രമുള്ള ഓരോരോ അവസ്ഥയുമൊക്കെ സ്വഹാബികൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആൻ അതിന് പറയുന്ന കാരണങ്ങളുണ്ട്. 4 കാര്യങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോടുള്ള മനോഭാവം, അള്ളാഹുവിന്റെ പ്രവാചകൻ സത്യവിശ്വാസികളോടുണ്ടായിരുന്ന ഒരു മനോഭാവം, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന് ഉമ്മത്തിനോടുണ്ടായിരുന്ന, ഞാനും നിങ്ങളും ഉൾപ്പെടെ മുസ്ലിം ഉമ്മത്തിനോടുണ്ടായിരുന്ന ഒരു മനോഭാവം, അത് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഓതി ആയത്തതാണ്, 9-ാമത്തെ ആയം സൂറത്ത് തൗബയിൽ 128-ാമത്തെ ആയത്താണ്. ലഖദ് ജാഅകും റസൂലുൻ, നിങ്ങൾക്ക് വന്ന അള്ളാഹുവിന്റെ ദൂതൻ റസൂൽ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. ഒന്നാമത്തെ കാര്യം, അസീസുൻ അലൈഹി മാ അനിത്തും. സൂറത്ത് തൗബയിൽ 9-ാം അധ്യായത്തിൽ 128-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വന്ന ദൂതൻ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരാൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരാൾ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സ് പറയാൻ പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളെ, വിശ്വാസികളെ, തന്റെ ജനതയെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്, ഇങ്ങോട്ട് മനോഭാവം എന്തായിരുന്നു എന്ന് പറയാണ്. വിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നത്, കഷ്ടപ്പാടുകൾ വരുന്നത് പ്രയാസത്തോടുകൂടെ കണ്ട, വേദനയോടുകൂടെ കണ്ട, അത് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രവാചകൻ. രണ്ടാമത്തത് ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ അതീവ താല്പര്യമുള്ള ഒരാൾ, നിങ്ങളുടെ വിഷയങ്ങളിൽ, നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഹരീസ്. ഹരീസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമല്ല, അത്യാഗ്രഹമാണ്. അതിയായ താല്പര്യമുള്ള ഒരാൾ, നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ വിഷയങ്ങളിൽ, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ള ഒരാൾ. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുൻ റഹീമുൻ. റഊഫുൻ റഹീമുൻ. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അവന്റെ വിശേഷണങ്ങൾ
വിഷയങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശ്വാസികളോട് ഇങ്ങനെയാണ് എന്ന് പറയാണ്. റഊഫ് അള്ളാന്റെ പേരാണ്, റഹീം അള്ളാഹുവിന്റെ പേരാണ്. വിശ്വാസികളുടെ കാര്യത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ കാര്യത്തിൽ റഊഫാണ്, കൃപയുള്ളവനാണ്, റഹീമാണ്, കരുണയുള്ളവനാണ്, ദയാലുവാണ്, കാരുണ്യവാനാണ് എന്ന് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ വിശ്വാസികളോടുള്ള പ്രവാചക തിരുമേനിയുടെ മനോഭാവത്തെ പറ്റി പറയുമ്പോ അദ്ദേഹം വിശ്വാസികളോട് റഊഫാണ്, അങ്ങേയറ്റത്തെ ദയാലുവാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിശ്വാസികളോട് അങ്ങേയറ്റത്തെ റഹീമാണ്, കാരുണ്യമുള്ളവനാണ്. 4 വിശേഷണങ്ങളാണ് പരിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സത്യവിശ്വാസികളോട്, തന്റെ ഉമ്മത്തിനോട് മാനസികമായി അങ്ങേയറ്റത്തെ അടുപ്പവും സ്നേഹവും ബന്ധവും വെച്ചു പുലർത്തിയിരുന്ന ആളായിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. വിശ്വാസം സ്വീകരിക്കാത്തത്, തന്റെ ജനതയിൽ നിന്ന് ആളുകൾ വിശ്വാസം സ്വീകരിക്കാത്തത്, അതാണ് റസൂലിനെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്. ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞ ചരിത്രം നമ്മൾ ആവർത്തിച്ചു പറയാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് കാണുമ്പോൾ കരഞ്ഞിട്ടുമുണ്ട്. റസൂൽ കരഞ്ഞത്, അള്ളാഹു എന്നെ റിസാലത്ത് ഏൽപ്പിച്ചതിന് ശേഷം ഈ സന്ദേശം അറിയാതെ അല്ലെങ്കിൽ ഉൾക്കൊള്ളാതെ ഇത് സ്വീകരിക്കാതെ ഒരാൾ കൂടെ മരണപ്പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ സംഭവം അവസാനിപ്പിക്കുന്നത്. ജൂതന്റെ മൃതദേഹത്തോട് അന്യമതവിഭാഗത്തോട് ആദരവ് കാണിക്കുക എന്ന് പറയാൻ ജൂതന്റെ മൃതദേഹത്തോടെ എഴുന്നേറ്റ് നിന്ന് ആദരവ് റസൂൽ പ്രകടിപ്പിച്ചു. അത് പ്രസിദ്ധമായ സംഭവമാണ്. ആ സംഭവത്തിന്റെ അവസാനം എന്താണ്? റസൂൽ കരഞ്ഞു എന്നാണ്. എന്തിനാ കരഞ്ഞത്? ജൂതൻ മരണപ്പെട്ട വേദന കൊണ്ട്. എങ്ങനെ മരണപ്പെട്ടതാണ്? ഞാൻ ഈ സത്യസന്ദേശവുമായി നിയോഗിക്കപ്പെട്ടിട്ട് ഈ സന്ദേശം സ്വീകരിക്കാതെ, കേൾക്കാതെ, ഉൾക്കൊള്ളാതെ സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇന്ന് ഓതിയോ? ആ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിലുണ്ട് നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ശരീരത്തെ തന്നെ നശിപ്പിച്ചു കളയുമോ? വേദനയും സങ്കടവും മാനസികമായ ഭാരവും പ്രയാസവും അള്ളാഹുവിന്റെ റസൂൽ വല്ലാതെ അനുഭവിക്കാൻ ഖുർആൻ അത് എടുത്തു പറയാണ്. എന്തിനാണ് വേദന അനുഭവിക്കുന്നത്? ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ്, ഞാൻ കൊണ്ടുവന്ന വർത്തമാനങ്ങളെ ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ, ഇത് ഈ ആളുകൾ കേൾക്കുന്നില്ലല്ലോ, ഇത് ആളുകൾ മനസ്സിലാക്കുന്നില്ലല്ലോ, ഇത് ആളുകൾ അംഗീകരിക്കുന്നില്ലല്ലോ, ആളുകൾ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, എന്റെ ആശയങ്ങളെ ആളുകൾ സ്വീകരിക്കുന്നില്ലല്ലോ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടവും വേദനയും വിഷമവും ഉണ്ടാക്കിയ കാര്യമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്ത് കഹ്ഫിന്റെ ആരംഭത്തിൽ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ. നിങ്ങൾ എന്റെ ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ എന്താണ്, ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് എന്റെ ദൗത്യം? അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പ്രസിദ്ധമായ ഉപമയിൽ റസൂൽ പറഞ്ഞു, ഒരു വിളക്ക് കത്തിച്ചു വെച്ച് അതിന്റെ മുന്നിൽ നിൽക്കുന്നവനെ പോലെയാണ് എന്റെ ഉപമ. ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ട് അതിന്റെ മുന്നിൽ നിൽക്കുന്നവനെ പോലെ. പാറ്റകളും പ്രാണികളും ഒക്കെ വന്നിട്ട് ആ വിളക്കിലേക്ക് ഇങ്ങനെ വീഴാൻ നോക്കുമ്പോ ആ വിളക്കിന്റെ മുമ്പിൽ നിന്നിട്ട് അയാൾ അവയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകൾ നരകത്തിലേക്ക് പോകുന്നു, അള്ളാഹുവിന്റെ ശാപത്തിലേക്ക് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ വലിയ കോപമാണ്, നരകശിക്ഷയാണ് ആളുകളെ കാത്തിരിക്കുന്നത്. വഅന ആഖിദും ബിഹുജ്സികും അനിന്നാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗമാണ്. ഞാൻ നിങ്ങളെ പിടിക്കുകയാണ്, കൈയല്ല പിടിക്കുന്ന. റസൂൽ പറയാണ്, ഞാൻ നിങ്ങളെ പിടിക്കുകയാണ്, ഞാൻ നിങ്ങളെ കൈ പിടിച്ചിട്ടല്ല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. അന ആഖിദും
ബിഹുജ്സിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വയം പരിചയപ്പെടുത്താൻ, റിസാലത്ത് ഏറ്റെടുത്ത് നുബൂവത്ത് കിട്ടി പ്രവാചകനായി, നബിയായി, റസൂലായി നിങ്ങൾക്കിടയിൽ പ്രബോധന പ്രവർത്തനം നടത്തുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അന ആഖിദും ബിഹുജ്സിക്കും മിനന്നാർ, നരകത്തിലേക്ക് നടന്നു പോകുന്നവന്റെ അരക്കെട്ട് പിടിച്ച് അയാളെ രക്ഷപ്പെടുത്തുന്ന ദൗത്യമാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻതും തഫല്ലതൂന മിൻ യദി, ആളുകൾ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നിത്തെറിച്ചു പോവുകയാണ്, ഞാൻ ശ്രമിക്കുന്നുണ്ട് ആളുകളുടെ അരക്കെട്ട് പിടിച്ചിട്ട് നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ ആളുകൾ ഇങ്ങനെ തെന്നിത്തെറിച്ച് നരകത്തിന്റെ വഴികളിലൂടെ തന്നെ പോകുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം പറയുന്നതായി ചരിത്രത്തിൽ നമുക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ളവനാണ്, നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്നതിനെ വേദനയോടുകൂടെ കാണുന്ന, അത് സഹിക്കാൻ കഴിയാത്തൊരു പ്രവാചകനാണ്, നിങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ഇട്ട് തന്ന, ഇറക്കി തന്ന കാരുണ്യത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തന്ന കാരുണ്യാണ്. നമുക്ക് മക്കളെ തന്നു, അത് അള്ളാഹ് തന്ന കാരുണ്യാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. നമുക്കൊരു വീട് തന്നു, അത് അള്ളാഹ് തന്ന കാരുണ്യാണ്, റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ആരോഗ്യം തന്നതും ജോലി തന്നതും വരുമാനം ഉണ്ടായതും അള്ളാഹ് തന്ന റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അള്ളാന്റെ റസൂലിനെ നമ്മൾ റഹ്മത്തായിട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത്, അള്ളാന്റെ റസൂൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു റഹ്മത്തായി നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ എന്നത്, അള്ളാഹ് തന്ന എല്ലാ റഹ്മത്തും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിന്റെ സുഖവും അതിന്റെ സന്തോഷവും അതിന്റെ അനുഗ്രഹങ്ങളും അതിന്റെ എല്ലാ നന്മകളും നമ്മൾ ആസ്വദിക്കും. അള്ളാന്റെ റഹ്മത്ത് ഏത് ചെറിയ റഹ്മത്താണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു നമുക്ക് തന്ന റഹ്മത്താണ്, അത് നമ്മൾ ആസ്വദിക്കണം. അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് നമ്മൾ ആസ്വദിക്കുന്നത് പോലെ, റഹ്മത്തായി അള്ളാഹു നമുക്ക് മക്കളെ തന്നപ്പോ നമ്മൾ ആസ്വദിക്കുന്നത് പോലെ, ആരോഗ്യം അള്ളാഹു റഹ്മത്തായി തന്നപ്പോ നമ്മളത് ആസ്വദിക്കുന്നത് പോലെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള കാരുണ്യമായി നിയോഗിക്കപ്പെട്ട ആളാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ സന്ദർഭങ്ങളിലും മിത്രങ്ങളോട് മാത്രമല്ല, അതുകൊണ്ട് ലിൽ ആലമീൻ എന്ന് പറഞ്ഞ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും. ശത്രുത കാണിക്കുന്നവർ, നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ ത്വായിഫിലേക്ക് ഒരു ഘട്ടത്തിൽ പോകുന്നുണ്ട്. മക്കയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോ ത്വായിഫിൽ പോകുന്നുണ്ട്. ത്വായിഫിൽ അമ്മാവന്മാരുണ്ട്, ത്വായിഫിൽ ഉമ്മാന്റെ കുടുംബക്കാരുണ്ട്. ത്വായിഫിലെ പ്രസിദ്ധരായ ഗോത്രക്കാർ പലരും ഉമ്മ വഴി റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയാണ് ത്വായിഫിലെത്തുന്നത്. പക്ഷേ ത്വായിഫിൽ ഏറ്റവും അധികം റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാശപ്പെടുത്തിയതും കുടുംബക്കാരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കരഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നത്. കല്ലേറുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ മടങ്ങുന്നത്. മുന്തിരിത്തോട്ടത്തിൽ കാലിൽ നിന്ന് ചോരങ്ങനെ ഒലിച്ച് റസൂൽ ഇരിക്കുന്നതും അദ്ദാസ് എന്ന് പറയുന്ന ഒരു മുന്തിരിത്തോട്ടത്തിലെ പണിക്കാരൻ വന്ന് റസൂലിനെ പരിചയപ്പെടുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതുമായ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ആ സമയത്താണ് മലക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ത്വായിഫ് എന്ന് പറയുന്ന നാടിനെ ഇല്ലാതാക്കട്ടെയോ എന്ന് ചോദിക്കുന്നത്. ത്വായിഫിലെ ജനത രണ്ട് ഭാഗത്തുനിന്നുമുള്ള പർവ്വതങ്ങളെ ചേർത്തിയാൽ ഇല്ലാതാകുന്ന ഒരു ജനതയാണ്, അങ്ങയോട് അനുവാദം ചോദിക്കുന്നു എന്ന് പറയാണ് മലക്ക് വന്നിട്ട്. അതിന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഇന്നി അർജു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹദ ലാ യുശ്രികു ബിഹി ശൈഅ, ഞാൻ അവരുടെ വാരിയല്ലുകളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലിന്റെ പ്രയോഗമാണ്, അവരെ നശിപ്പിക്കല്ലേ അല്ലാഹുവേ, അവർക്ക് ശിക്ഷ ഇറക്കല്ലേ റബ്ബേ. ഇന്നി അർജു മിൻ അസ്ലാബിഹിം, ഞാൻ അവരുടെ വാരിയല്ലുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, വലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത, നിന്നെ വിശ്വസിക്കുന്ന, നിന്റെ ദീൻ അംഗീകരിക്കുന്ന ഒരു തലമുറയെ
അവരുടെ ഇടുപ്പെല്ലുകളിൽ നിന്ന്, അരക്കെട്ടുകളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രയോഗമാണ്. അടുത്തൊരു തലമുറ, ഇവരൊക്കെ മരണപ്പെട്ടാലും ഇനി ജനിക്കാൻ പോകുന്ന ഒരു ജനത, വരാൻ പോകുന്ന ഒരു തലമുറ, അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിക്കുന്നവർ ത്വായിഫിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയല്ല റബ്ബേ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആലം എന്ന് പറയുമ്പോ ശത്രുക്കൾ ഉൾപ്പെടുന്ന ലോകമാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ. എതിരാളികൾ ഉൾക്കൊള്ളുന്ന ഒരു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ നമുക്ക് സങ്കല്പിക്കാനേ കഴിയും. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വായിച്ച് അത്ഭുതം കൂറാൻ മാത്രമേ നമുക്ക് കഴിയൂ. റസൂലുള്ളാഹിനെ പഠിക്കും തോറും, അള്ളാഹുവിന്റെ റസൂലിനെ വായിക്കും തോറും അത്ഭുതപ്പെടാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധ്യമാകൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചാൽ തീരാത്തൊരു വലിയ പുസ്തകത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്രയാണ് റസൂലുള്ളാഹിനെ പഠിച്ചത്? നമുക്ക് എത്രയാണ് റസൂലിനെ പറ്റി അറിയാം? എന്താണ് റസൂലിനെ കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മ വന്ന് എന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു. ആരാ പറയുന്നതെന്ന് അറിയോ? സ്വഹാബ വനിതകളിൽ നിന്ന് ഒരാൾ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്റെ ഉമ്മ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്റെ ഉമ്മ വരുന്നത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടാണ് എന്ന് പറയുന്നത്, സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിട്ടാണ് എന്റെ ഉമ്മ വരുന്നത്. അപ്പൊ അവര് മുശ്രിക്കത്താണ്, ഇപ്പോഴും അവർ അവിശ്വാസിനിയാണ്. അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് അവരെ സഹായിക്കാമോ? ഞാൻ വിശ്വാസിയാണ്, ഞാൻ മുസ്ലിമാണ്. ആളുകൾക്ക് വലിയ വലാവും ബറാവും ചർച്ച ചെയ്യാണ് കേരളത്തില്. എന്താ വലാവും ബറാവും എന്താ അറിയോ? ആരോടൊക്കെ മിണ്ടാം, ആരോടൊക്കെ കാണാം, ആരോടൊക്കെ കൂടാം, ആരോടാ കൂടാൻ പാടില്ലാത്തത് എന്ന് വലിയ ചർച്ച നടക്കുകയാണ് കേരളത്തിൽ. പല ആളുകളും അങ്ങനെ ചർച്ച നടത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിശ്വാസിയായ തന്റെ അനുയായിയായ സ്വഹാബ വനിതയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അവർ ഫത്വ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലെ, എന്നെ കാണാൻ വരുന്നു, അവരെന്റെ നിന്ന് സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിട്ടാണ് അവരെന്നെ കാണാൻ വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, സ്വിലി ഉമ്മക്കി. എന്താ പറഞ്ഞത്? ആ വാക്കിന്റെ അർത്ഥം അറിയോ? നീ നിന്റെ ഉമ്മയോട് കുടുംബ ബന്ധം ചേർക്കുക എന്നാണ്. മുറിഞ്ഞു പോകരുത് ഉമ്മയുമായുള്ള ബന്ധം. അവർ വിശ്വാസിയായില്ല എന്ന കാരണത്താൽ ഉമ്മ എന്ന ബന്ധം മുറിഞ്ഞു പോകരുത്. സിലി ഉമ്മക്കി, നിന്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം നീ ചേർക്കുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തി ബന്ധങ്ങൾ നിലനിൽക്കാൻ, ആളുകൾക്ക് നന്മ വരാൻ, പ്രയാസങ്ങളില്ലാതായിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിൽക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും പള്ളിയിലേക്ക് വന്നു. ആ സംഭവം പറയുന്നിടത്ത് നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരക്കുട്ടികളുടെ പ്രായം ഒരു ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. അവർ രണ്ടുപേരും പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നത്, അവര് 2 അടി വെക്കും, എന്നിട്ട് അവർ വീഴും, അവിടുന്ന് എഴുന്നേൽക്കും, പിന്നെ ഒന്നുകൂടെ 2 അടി വെച്ച് പിന്നെ വീഴും, എഴുന്നേൽക്കും, നടക്കും, വീഴും. അങ്ങനെ 2 പേരക്കുട്ടികൾ ഇങ്ങനെ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ച ജുമുഅ ഖുതുബക്ക് മാത്രമല്ല, സുപ്രധാനമായ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ മിമ്പറിൽ കയറി നിന്ന് ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കും. അങ്ങനെ റസൂല് സ്വഹാബത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പേരക്കുട്ടികൾ 2 വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഈ 2 പേരക്കുട്ടികളെ എടുത്തിട്ട് നബി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് 2 ഉമ്മ വെക്കുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, എനിക്ക് 10 ആൺകുട്ടികളുണ്ട്. ഒരാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 10 ആൺമക്കളുണ്ട്, അവരിൽ ഒരാളെയും ഞാൻ ഇന്നേവരെ ഇങ്ങനെ ചുംബിച്ചിട്ടില്ല. ആ രംഗം നമ്മളൊന്നും ഇങ്ങനെ മനസ്സ് കണ്ടുവെക്കുക. റസൂല് പേരക്കുട്ടികൾ എടുക്കുന്നു, എന്നിട്ട് ചേർത്ത് പിടിക്കുന്നു, അവരെ ഉമ്മ വെക്കുന്നു, വാത്സല്യം കാണിക്കുന്നു. ആളുകളോട് സംസാരിക്കുമ്പോ സംസാരം നിർത്തി മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഈ 2 കുട്ടികളെയും കോരിയെടുത്തിട്ട് റസൂൽ അവരെ താലോലിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഒക്കെ. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, എനിക്ക് 10 ആൺകുട്ടികളുണ്ട്, 10 ആൺമക്കളിൽ ഒരാളെപ്പോലും ഞാൻ ഒരിക്കലും ഉമ്മ വെച്ചിട്ടില്ല, ഞാൻ ചുംബിച്ചിട്ടില്ല. നബി അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ
മനസ്സിൽ നിന്ന് അള്ളാഹു കാരുണ്യത്തെ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനാകും? വാത്സല്യം കാണിക്കുന്നതും ഉമ്മ വെക്കുന്നതും സ്നേഹിക്കുന്നതും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നതും അതൊന്നും ഒരു കുറവല്ല, വലിയ മഹത്വമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യമാണ് എന്നാ രണ്ട് പേരക്കുട്ടികളോട് അനുഭവിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറയുമ്പോ വല്ലിപ്പാന്റെ കാരുണ്യം പേരക്കുട്ടികൾ അനുഭവിക്കണം എന്ന് ജീവിതം കൊണ്ട് റസൂല് കാണിച്ചു തരാണ്. ഭർത്താവിന്റെ സ്നേഹം ഭാര്യമാർ അനുഭവിക്കണമെന്ന് ജീവിതം കൊണ്ട് റസൂല് കാണിച്ചു തരാണ്. മക്കളോടുള്ള ഇഷ്ടം മക്കൾ അനുഭവിക്കണമെന്ന് ജീവിതം കൊണ്ട് റസൂല് കാണിച്ചു തരാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വീട്ടിൽ, കുടുംബത്തിൽ, നാട്ടിൽ, ശത്രുക്കളിൽ, എതിരാളികളിൽ എവിടെയൊക്കെ ചരിത്രം നമ്മൾ കാണുമോ അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസാരിയുടെ വീട്ടിൽ ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇങ്ങനെ മുട്ടി ഒരുമി നിന്നു. അവിടെ ഒട്ടകം നബിനെ കണ്ടപ്പോ നബിന്റെ അടുത്തേക്ക് വന്ന് നബിനോട് ഇങ്ങനെ ചേർന്നു ഉരസി നിന്നു എന്നാണ്. റസൂലുള്ളാഹിനോട് ഇങ്ങനെ ഒട്ടകം വന്ന് ഉരസി നിന്നു. അതിന്റെ കണ്ണ് നിറഞ്ഞു, ഒട്ടകത്തിന്റെ കണ്ണ് നിറഞ്ഞു. നബി ചോദിച്ചു, ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ, ആരാണ്? അൻസാരി പറഞ്ഞു, നബി അതെന്റെ ഒട്ടകമാണ്, അതെന്റെ ഒട്ടകമാണ്. അള്ളാഹുന്റെ പ്രവാചകൻ ചോദിച്ചു, താങ്കൾ ഇതിനെ ഉപദ്രവിക്കാറുണ്ടോ? നബി ചോദിക്കുകയാണ്, ഒട്ടകത്തെ താങ്കൾ ഇതിനെ ഉപദ്രവിക്കാറുണ്ടോ, വേദനിപ്പിക്കാറുണ്ടോ, അടിക്കാറുണ്ടോ? എന്നിട്ട് റസൂല് പറഞ്ഞു, നാൽക്കാലികളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതെന്നോട് പരാതിപ്പെടുന്നു. ഈ ഒട്ടകം എന്നോട് പരാതിപ്പെടുന്നു എന്ന് വഹി ലഭിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തിന്റെ പരാതി കേൾക്കുന്ന, സങ്കടമറിയുന്ന, അതിന് പരിഹാരമുണ്ടാകണമെന്ന് അനുയായിയെ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ. ആ നബിയെയാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തുന്നത്, നമ്മുടെ റോൾ മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ ആളുകൾ അനുഭവിക്കേണ്ടത് ഈ സ്നേഹവും ഈ കാരുണ്യവും ഈ അനുഭൂതിയും ഈ അലിവും ഈ കൃപയും ഈ വിശാലതയും മനസ്സിന്റെ എളിമയുമാണ് ജനങ്ങൾ നമ്മളിൽ നിന്ന് അനുഭവിക്കേണ്ടത്. നമ്മളോടൊത്ത് പെരുമാറുന്നവർ അതാണ് നമ്മളിൽ നിന്ന് അനുഭവിക്കേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി അംഗീകരിക്കുന്ന, അദ്ദേഹത്തെ ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിക്കുന്ന വിശ്വാസികൾ എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാനുള്ള, അതിനെ പിൻപറ്റാനുള്ള ഒരു ശ്രമമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാരങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ തന്റെ ഉമ്മത്ത്, വിശ്വാസി സമൂഹം വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഇല്ലാതെ ദീനിന്റെ കാര്യത്തിലാണെങ്കിലും ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ജീവിക്കണം എന്നാഗ്രഹിക്കുകയും അതിനാവശ്യമായ നിയമങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സംഭവങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോ വിശ്വാസികളെ പഠിപ്പിച്ചു, നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾ കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ, നമസ്കാരത്തിൽ പള്ളിയിൽ ആണും പെണ്ണും കുട്ടികളും എല്ലാവരും ഉണ്ടാവും, കുട്ടികൾ കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇമാമിനോട് റസൂൽ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നമസ്കാരത്തെ ചുരുക്കണം. ഒരു ഇബാദത്തിലാണ്, ആരാധനാ കർമ്മത്തിലാണ്. നമസ്കരിക്കാൻ വന്ന 100, 150, 200, 500 ആളുകളിൽ ഒരു കുട്ടി കരയുമ്പോ ഈ 500 ആളുകളുടെയും നമസ്കാരത്തിന്റെ സമയം ചുരുക്കി ആ കരയുന്ന കുട്ടിയുടെ കരച്ചിലിന് പ്രാധാന്യം കൊടുക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് നിയമം
നിയമമായി സമുദായത്തെ പഠിപ്പിക്കുകയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സന്ദർഭങ്ങളിലും കടബാധ്യതകൾ, മരണസമയത്ത് കടബാധ്യത ഏറ്റെടുത്തുകൊണ്ട് റസൂൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു മയ്യത്ത് കൊണ്ടുവന്നപ്പോ അത് ആരും കടബാധ്യത ഏൽക്കാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അയാളുടെ കടബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി വബക്ക. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ സമുദായം എന്റെ സമുദായം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞുവെന്നാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാ ഖൗലല്ലാഹി അസ്സ വജല്ല ഫീ ഇബ്രാഹിം, സൂറത്ത് ഇബ്രാഹിമിലെ ഈ ആയത്ത് ഓതി, റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസ്വാനി ഫഇന്നക റഊഫുർ റഹീം എന്ന് പറയുന്ന ആയത്ത് ഓതി, വഖൗലു ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമയുടെ ഈ വാക്കുകളും, ഇൻ തുഅദ്ദിബുഹും, ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയെ കുറിച്ച് പറഞ്ഞു, ഇൻ തുഅദ്ദിബുഹും, അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ അടിമകളാണ്, നിനക്ക് തീരുമാനിക്കാൻ കഴിയും. വ ഇൻ തഗ്ഫിർ ലഹും, നീ അവരോട് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ യുക്തിയുള്ളവനും പ്രതാപശാലിയുമാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഈ രണ്ടായത്ത് ഓതി ഫറഫഅദൈഹി എന്ന റസൂൽ കൈകൾ ഉയർത്തി, വഖാല എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ ഉമ്മത്ത്, അല്ലാഹുവേ എന്റെ സമുദായം, വബക എന്നിട്ട് റസൂൽ കരഞ്ഞു. ഫഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറഞ്ഞു ആ സമയത്ത്, യാ ജിബ്രീൽ, ജിബ്രീലിനോട് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ അടുത്ത് പോവുക, വറബ്ബുക അഅലം, നിന്റെ രക്ഷിതാവിനെ അറിയാം എന്തിനാണ് മുഹമ്മദ് കരയുന്നതെന്ന്. പക്ഷേ ഫസൽഹു, താങ്കൾ അവരോട് അദ്ദേഹത്തോട് ചോദിക്കുക, ജിബ്രീൽ താങ്കൾ അദ്ദേഹത്തോട് ചോദിക്കുക, മാ യുബ്കി, എന്തിനാണ് കരയുന്നതെന്ന്. ഫഅതാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വന്നു. ഫസഅലഹു ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വഹുവ അഅലം ഫഖാല അല്ലാഹ് യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ ഇന്നാ സനുർദീക ഫീ ഉമ്മതിക. അല്ലാഹു അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. റസൂൽ പറഞ്ഞു എന്റെ ഉമ്മത്തിന്റെ കാര്യം. അള്ളാഹു അദ്ദേഹത്തിന് മറുപടി കൊടുത്തു ജിബ്രീലിലൂടെ. ജിബ്രീൽ അദ്ദേഹത്തോട് പറയുക, സനുർദീക ഫീ ഉമ്മതിക വലാ നസൂഫ്, താങ്കൾ ഉപദ്രവിക്കപ്പെടുകയില്ല, താങ്കൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല, താങ്കളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമയോട് പറഞ്ഞു. അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞിട്ടാ കരയുന്നത്? എന്റെ സമുദായം എന്ന് പറഞ്ഞ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയാണ്. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ച സ്വഹാബത്തിനെ പറ്റി പറഞ്ഞിട്ടല്ല. ഉമ്മത്തി എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലെ ആയിരക്കണക്കിന് കാലങ്ങളിലെ കൊല്ലങ്ങളിലെ ഉമ്മത്ത് ഉൾപ്പെടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, എന്റെ സമുദായം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത്. അതിന്റെ തൊട്ടു മുമ്പുള്ളത് ഈസാ അലൈഹിസ്സലാം തന്റെ ജനത ശിക്ഷിക്കപ്പെടുമെന്നറിഞ്ഞപ്പോ അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളാണവർ, അല്ലാഹുവേ നീയാണ് തീരുമാനിക്കുന്നവൻ എന്ന ഈസാ നബിയുടെ വാക്ക് ഓതിയിട്ടാണ് അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹു എന്റെ സമുദായം എന്റെ സമുദായം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മനുഷ്യരുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരാൾ മനുഷ്യരുടെ കൂട്ടത്തിൽ അതെന്റെ ഉമ്മയാണ്, അതെന്റെ ബാപ്പയാണ്, അതെന്റെ ഭാര്യയാണ്, എന്റെ മക്കൾക്കാണ് എന്നോട് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് കരുതരുത്. നാം മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ച മറ്റൊരു മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹുവിന്റെ പ്രവാചകനെ, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകനെ നമ്മൾ അറിയണം, നമ്മൾ വായിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്ന, പിൻപറ്റി ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതുമരുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശാരീരികമായ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും സഹപ്രവർത്തകരും കുടുംബത്തിൽപ്പെട്ടവരുമായ ഒരുപാട് ആളുകൾ അള്ളാഹു അവരുടെ എല്ലാം വിഷമങ്ങളെയും പ്രയാസങ്ങളെയും
ശാരീരികമായ ബുദ്ധിമുട്ടുകളെയും നീക്കിക്കൊടുക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.